ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ച് സേമിയയിലോട്ട് നല്ല തൈര് ഒഴിച്ച് അടിപൊളി റെസിപ്പി ചെയ്ത് നോക്കിയാലോ. പൊളി ഐറ്റമാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം സേമിയൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെള്ളം ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. അത് താണ്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ദാണ്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കപ്പോളം നല്ല വറുത്ത സേമിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അരക്കപ്പിൻ്റെ മെഷർമെൻ്റ് ആണ്. അതിൻ്റെ 2 കപ്പ് ഇടുന്നുണ്ട്, അപ്പോൾ 1 കപ്പ് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത സേമിയ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ പിന്നീടായാലും നമുക്ക് ചേർക്കാം. ഈ സേമിയയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി ഇതൊരു 5 മിനിറ്റ് ഒന്ന് വെന്ത് വന്നാൽ മതിയാവും. അപ്പോഴേക്ക് റെഡിയാവും. അപ്പോൾ അവിടെ നിന്ന് വേവട്ടെ. ഇപ്പോൾ ദാണ്ട ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ സേമിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുന്നെങ്കിൽ എളുപ്പത്തിൽ അങ്ങനെയാണെങ്കിൽ വെന്തു എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ നിന്നൊക്കെ ഇതൊന്ന് ഊറ്റി കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ദാണ്ട് എല്ലാം ഊറ്റി എടുത്തിട്ടുണ്ട്. കണ്ടോ, വെള്ളത്തിൽ നിന്നൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. 2 കപ്പോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ ചേർക്കുന്ന തൈര് അധികം പുളിയില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സേമിയയിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഈ തൈരും കൂടെ ചേർക്കുമ്പോൾ ഒരല്പം ഉപ്പിൻ്റെ ആവശ്യം കൂടെ വരും. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്നങ്ങ് നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ടോ ഞാൻ നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഉപ്പൊക്കെ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പോളം പാലുണ്ടല്ലോ, തിളപ്പിച്ച് ആറിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട നല്ല പോലെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താളിപ്പാണ് കേട്ടോ. ആ താളിപ്പും കൂടെ ചേർക്കുമ്പോഴേക്കും ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം താളിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ താളിപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉഴുന്നും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി അതിലേക്ക് ഒരു വറ്റൽമുളക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നിലക്കടലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു 2-3-4 കുഞ്ഞുള്ളി എടുത്ത് ഒന്ന് ചെറുതായിട്ട് അരഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇതെല്ലാം കുഞ്ഞുള്ളിയൊക്കെ നിറം ഒന്നും മാറണ്ട, കളർ മാറാതെ തന്നെ ഒന്ന് വെന്ത് വരുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ, അതുവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവേ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പില ചേർക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം ചേർക്കാം കേട്ടോ. ഞാനിതിലേക്ക് കറിവേപ്പില ഒന്നും ചേർക്കുന്നില്ല, മല്ലിയിലയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇപ്പം ചേർക്കുന്നില്ല. താളിപ്പ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ നമ്മുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞതാണ് കേട്ടോ. അപ്പം പൈനാപ്പിൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ചേർത്തതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേറെ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ചേർക്കാം. മാതളം ചേർക്കാം, ആപ്പിൾ ചേർക്കാം, പഴം ചേർക്കാം, എല്ലാം ചേർത്താലും ടേസ്റ്റാണ്. ഇതൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇടയ്ക്കൊരു മധുരമൊക്കെ കടിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് തൈര് സാദം. നമ്മൾ സാധാരണ റൈസിലാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഞാൻ ഇന്ന് സേമിയയിലാണ് ഉണ്ടാക്കിയത്. ഭയങ്കര ടേസ്റ്റാണ്. സേമിയയിൽ ഒരു വട്ടമെങ്കിലും തൈര് സാദം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ, എന്തായാലും ഇഷ്ടമാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്, നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ടേ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.